ഇറ്റ് ഈസ് അലിൻ ജോസ് പെരേര, മൂവി റിവ്യൂവർ, സോഷ്യൽ മീഡിയ റിവ്യൂവർ, പ്രസംഗമാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കും. എൻ്റെ പേര് ലിബിൻ ലി. അപ്പോൾ ഇപ്പോൾ ജയിലറിനെന്ന് കുറച്ച് പേരെങ്കിലും വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരു 3 പടങ്ങൾ കണ്ടിട്ടുണ്ട്. ഏതാ കണ്ട പടം? ഇതുവരെ പിന്നെ ജനനം 1947, പിന്നെ മരണം വരെ ആ പടവും, പിന്നെ അഞ്ചക്ക കള്ളക്കൊക്കെ. അത് അപ്പൊ ആദ്യം നമ്മള് ഇതുവരെ അപ്പൊ ഇതുവരെ എന്ന സിനിമയുടെ റിവ്യൂയിലേക്കാണ് കിടക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം തുടങ്ങി നോക്കാം. ഇതുവരെ എന്ന സിനിമയെ കുറിച്ച് പറയുമ്പോൾ കലാഭവൻ ഷാജോൻ ചേട്ടന്റെ അതിഗംഭീരമായിട്ടുള്ള സാഹസികമായിട്ടുള്ള ജീവിത അഭിനയ പോരാട്ടവും നിമിഷം തന്നെ പറയാം. ഡയറക്ഷനിൽ ഇരിക്കുന്ന അനിൽ തോമസ് ആണ്. ഗംഭീര പാട്ടുകളൊന്നും തന്നെ ഇല്ലെങ്കിലും ഇമോഷണലായിട്ട് ടച്ച് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. സോഷ്യൽ റിലവന്റ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് സിനിമ സംസാരിക്കുന്നത്. നമ്മുടെ പാറമട കോറമായിട്ടുള്ള വിഷയങ്ങൾ കാരണം സ്കൂളിൽ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, കുടുംബ പ്രശ്നങ്ങൾ. പിന്നെ ഈ അതേപോലെ തന്നെ ഇപ്പൊ ആദ്യം ഫസ്റ്റ് ഹാഫ് വരെ ഒരു കഥയാണ്. അത് നമ്മളിപ്പോ ഈ സമീപകാലത്ത് ഇപ്പൊ കൊച്ചിയിലുണ്ടായ ബ്രഹ്മപുരം ആ സംഭവമില്ലേ, ആ വേസ്റ്റ് കത്തിയതും ആ സംഭവം, അതാണ് മെയിനായിട്ട് അതിൽ ഹൈലൈറ്റ് ചെയ്തെടുത്ത് കാട്ടുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ അന്ന് ടി വികളിൽ ഞാൻ കണ്ടിട്ടുള്ളൂ, നമുക്ക് ഡയറക്റ്റ് ഉള്ള ഒരു കാഴ്ചയോ ഇതൊന്നുമില്ല. നമ്മൾ ടി വി കണ്ടത് ഇന്നിപ്പോ ഒരു ബിഗ് സ്ക്രീനിൽ നമ്മൾ ലൈവായിട്ട് ഇരുന്ന് കണ്ട പോലെയാണ് എനിക്ക് തോന്നിയത്. ശരിക്കും കൊച്ചിയിൽ എത്രത്തോളം മാറ്റങ്ങളുണ്ട് ഈ സിനിമയിൽ വെച്ച് അപ്പുറം? കൊച്ചിയിലെ മാറ്റങ്ങൾ അത് എനിക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. ബുദ്ധിമുട്ടുണ്ടോ ഇത് കാരണം? ബുദ്ധിമുട്ട് ഇപ്പൊ അത് എന്റെ വീട് അങ്കമാലിലാണ്. അപ്പൊ കൊച്ചിന്ന് കുറച്ച് മാറിയിട്ടാണ് അത്. മാറിയെന്ന് പറഞ്ഞാൽ കൊച്ചിയിലല്ലേ, കൊച്ചിയിൽ അറ്റായിട്ട് വരും. വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് താമസിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അത് നമ്മള് സിനിമയിൽ കണ്ടുല്ലോ. കാരണം ആ സിനിമയില് മുഴുവൻ ഫസ്റ്റ് ഹാഫ് മുഴുവനും പ്രതിപാദിക്കുന്നത് ഇത് മാത്രമാണ്. സിറ്റിക്ക് പുറത്ത് താമസിക്കുന്നവർക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഗ്രാമത്തിലുള്ളവർക്ക്. അതെ, സിറ്റിയിൽ സംഭവിക്കുന്നവർ സിറ്റിയിൽ ഉണ്ട്, എന്നാലും മറ്റേ മെയിൻ സ്ഥലങ്ങളിലൊന്നും അത്ര പ്രശ്നങ്ങളില്ലല്ലോ. ഇല്ല, അങ്ങനെയല്ല. അതായത് സിറ്റിയില് നടക്കുന്ന കാര്യങ്ങളാണ് പടം പറയുന്നത്. കൊച്ചിയിൽ നടക്കുന്ന കാര്യം. അതായത് ആ പടത്തില് ഒരു ഇന്റർവെല്ലില് ഫസ്റ്റ് ഹാഫിന്റെ ഒരു പകുതിയൊക്കെ എത്തുമ്പോ അവര് വേറൊരു ശാന്തമായ ഒരു പ്ലേസിലേക്കൊക്കെ പോണ ഒരു നല്ലൊരു ഗംഭീര വിഷ്വലൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. മെയിൻ ഈ പടത്തിന്റെ ഹൈലൈറ്റ് ഇരിക്കുന്നത് ബ്രഹ്മപുരം പ്ലാന്റിനെ കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. സോഷ്യലി മെസ്സേജ് ഉള്ള സിനിമയാണ്. ഷാജോന്റെ ഗംഭീര പ്രകടനം. അതെന്ന് പറഞ്ഞാൽ ഷാജോൻ എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ചെയ്ത ഇല്ല, ഈ അടുത്ത കാലത്ത് ചെയ്യുന്ന പിന്നെ അതൊക്കെ കണ്ടു. അതിനൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു അഭിനയ പ്രാധാന്യമുള്ള ഒരു നായകവേഷമല്ലേ പുള്ളി. അതെ, ഒരു കഥാപാത്രം, അഭിനയ കഥാപാത്രം. പിന്നെ അതേപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതില് ഈ മെസ്സേജ് ഇപ്പൊ ഫസ്റ്റ് ഹാഫിൽ ഒരു മെസ്സേജ് വന്നതെന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഒരു ഗ്രൂപ്പായിട്ട് അതിനെതിരെ പ്രതികരിച്ചാലാണ് ആ സംഭവത്തിന് ഒരു ഒത്തുതീർപ്പ്. ഇതിലാണെങ്കിലും ഒരു സ്കൂളില് പ്രശ്നത്തില് അതാണ് സെക്കൻഡ് ഹാഫ് മെയിൻ ആയിട്ടും പറയുന്നത് ആ ഒരു കാര്യം മാത്രം. സാമൂഹിക പ്രശ്നങ്ങൾ സാമൂഹികമായിട്ടും അത് തന്നെ. അപ്പൊ എന്തുകൊണ്ട് ഒരു അതാ പറഞ്ഞേ, അതായത് നമ്മൾക്ക് നമ്മുടെ ചുറ്റുപാട്ടത്തിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങള് നമുക്ക് ലൈവായിട്ട് ഇരുന്ന് കാണണം. ഡെയിലി ലൈഫിലെ കുടിവെള്ള പ്രശ്നങ്ങൾ, വേസ്റ്റ് പരമായിട്ടുള്ള സാമൂഹിക പ്രശ്നങ്ങൾ എല്ലാം സൂചിപ്പിക്കുന്ന ഒരു വരച്ചു കാട്ടുന്ന ഒരു കേരളത്തിന്റെ അതികഠിനമായ പ്രശ്നങ്ങൾ സൂചിപ്പിക്കുന്ന, ആരും ചർച്ചയാക്കാത്ത വിഷയങ്ങളെ എടുത്ത് ബിഗ് സ്ക്രീനിൽ കൊണ്ടുവരിക, പ്രേക്ഷകരെ കാണിക്കുക എന്നുള്ള മെസ്സേജ് ഉള്ള സിനിമയാണ് ഇതുവരെ. ഷാജോൺ എന്ന കലാകാരൻ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു. പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ അതില് കൊച്ചിയിലെ മാലിന്യങ്ങൾ കാണുമ്പോൾ നമ്മൾ തന്നെ അന്താളിച്ചു പോകും. ഇത്രയും മാലിന്യങ്ങൾ കൊച്ചിയിലുണ്ടോ എന്നുള്ള ഒരവസ്ഥ എനിക്ക് കിട്ടി. കാരണം അത് ഒരു പക്ഷേ എല്ലാ പ്രേക്ഷകർക്കും അത് മനസ്സിലാവണം. അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആർട്ട് വർക്ക്, മറ്റേ സിനിമ ക്യാമറ വർക്ക് ആയാലും എന്തായാലും രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ പാട്ടുകളൊന്നും അങ്ങനെ എനിക്ക് തോന്നിയില്ല. സോഷ്യൽ റെലവന്റ് ആയിട്ടുള്ള വിഷയമാണ്. അതന്നെ, സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയമാണ് രണ്ടും കൈകാര്യം ചെയ്തത്. എന്തുകൊണ്ടും ഒരു തിയേറ്റർ വാച്ചബിൾ ആയിട്ട് എനിക്ക് തോന്നി.